ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിടെ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് 2 നേന്ത്രപ്പഴം, പിന്നെ ഒരു മുട്ട. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണമായിട്ട് ഈ പഴം കട്ട് ചെയ്ത് ഇട്ടിട്ട് അരച്ചെടുക്കണം. നമുക്കത് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ പഴം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഒരു മുട്ടയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ഏലക്കായുടെ കുരുവാണ്. പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കില്ലെങ്കിലും കുഴപ്പമില്ല. പഴത്തിൻ്റെ മധുരം പോലെ ആവശ്യത്തിന് ചേർക്കുക. ഞാനിവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കേണ്ടത്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 സ്പൂണ് മൈദ. ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ ചേർക്കേണ്ടത് അതേപോലെ ഒരു 2 സ്പൂണ് റവ. പിന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ്. ഇനി കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അധികം ലൂസാവുന്നുണ്ടെങ്കിൽ, ബാറ്റർ നല്ല ഒരു ലൂസാവുന്നുണ്ടെങ്കിൽ റവയോ മൈദയോ വെച്ചിട്ട് നിങ്ങളതൊരു ഒരു കുറച്ച് കട്ടി വരുന്ന രീതിയിലൊന്ന് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ഈ ഒരു പരുവത്തിലാണ് മാവിരിക്കേണ്ടത്. ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഈ ഒരു പരുവം വേണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഉള്ളത്. കണ്ടോ? ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച്, ഇതുപോലത്തെ ചെറിയൊരു പാനാണെങ്കിൽ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പൂണ്, ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോരോ തുള്ളിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഓരോന്നായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള പഞ്ഞി പോലത്തെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.